ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 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 പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് ക്രീമാണ്. ഈ നൈറ്റ് ക്രീം, അതായത് നൈറ്റ് ക്രീം എന്നും പറയാം, ബ്രൈറ്റനിങ് ക്രീം എന്നും പറയാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഈ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തണമായിട്ട് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉള്ള എൻ്റെ ഫേസിൻ്റെ ഒരു കോല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സൈഡിൽ വെക്കാട്ടോ. ഇത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയും എന്തോരം വ്യത്യാസം ഉണ്ടെന്ന്. എൻ്റെ ഫേസിൽ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്, ഈ രണ്ട് സാധനങ്ങളായിരുന്നു എൻ്റെ ഫേസിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. എനിക്കെന്ന് പറയുമ്പോൾ ഡാർക്ക് സ്പോട്ട് വന്നാൽ പിന്നെ പൂവില്ല. പിമ്പിൾസ് വന്നാൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ അത് മാറി ഡാർക്ക് സ്പോട്ടാവും. എൻ്റെ പൊന്നോ, എനിക്കൊരു 4-5 മാസം എടുക്കും ഈ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് പോയി വരാൻ. ഒരു പാടിൻ്റെ കേട്ടോ, അതായത് ഒരു പിമ്പിൾ വന്നാൽ അതിൻ്റെ പാട് പോകാൻ 5-6 മാസം അല്ലെങ്കിൽ 4-5 മാസം. അങ്ങനെ എന്തോരം പിമ്പിൾസ് ഉണ്ട് മുഖത്ത്. അതൊക്കെ വന്ന് മാറി എൻ്റെ ഫേസ് ഒന്നും ഇപ്പൊ ഇതേപോലെ ആവാൻ ഞാൻ ഇച്ചിരി അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം വരുന്നത്. ഇത് ക്രിസ്റ്റൽ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ക്രീമാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പാക്കേജിങ് തന്നെയാണ്. ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലുള്ള പാക്കേജിങ് ആണ്. ഞാൻ ഇതുവരെയായിട്ടും ഇത്ര പ്രീമിയം ആയിട്ടുള്ള സാധനം യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കിടക്കണ സെറ്റപ്പ് കണ്ടേ. ഇതിന്റെ ഉള്ളിൽ വരെ നല്ല വേണം. ഇത് ജസ്റ്റ് 50 ഗ്രാം ഉള്ളൂ കേട്ടാ. 50 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. ഇത് മതി നമുക്കൊരു 4-5 മാസം യൂസ് ചെയ്യാൻ കേട്ടോ. നമുക്ക് കൂടുതൽ വാരി വലിച്ച് തേക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, അതായത് നൈറ്റ് ഇട്ടാ നൈറ്റ് ഫേസ് വാഷ് ചെയ്യുക, ഇച്ചിരി തേച്ചാൽ മതി. നമ്മൾ കുറെ പൊത്തി വയ്ക്കില്ലേ, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും വേണ്ട. അത്യാവശ്യം ചെറിയ രീതിയിൽ തേച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നല്ല വേണം. ഇത് ഞാൻ ഒരു വട്ടം യൂസ് ചെയ്ത് എൻ്റെ ഒരു ഡബ്ബയാണ് കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെയായിട്ടും. എന്നിട്ട് ഞാൻ അടുത്തത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇത് 4 ദിവസം മുന്നേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് റിസൾട്ട് കിട്ടിയല്ലോ, അപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അല്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പുതിയ പെട്ടിങ് കൊണ്ട് വന്നത്. ഞാൻ എടുത്തിട്ടും കൂടി ഇല്ല കേട്ടാ. ഇതാണ് ക്രീം കണ്ട, ഒരു പച്ച കളറുള്ള ക്രീമാ. ഞാൻ പച്ച കളറുള്ള ക്രീം ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഈ പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും നൈറ്റാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കണത്. ഒരു സമയം 9:37. ഇനിയിപ്പോൾ ഞാനൊരു 10 ആകുമ്പോഴത്തേക്കും ഞാൻ കിടക്കും. അപ്പം നമുക്ക് ആ സമയത്ത് തേച്ചിട്ട് കിടക്കാം. ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ആൽഫാർബുട്ടിന്, കോജിക് ആസിഡ്, നയാസിനമൈഡ്, വൈറ്റമിൻ സി, ഇതൊക്കെയാണ് ഇതിലത്തെ മെയിൻ. ആൽഫാർബുട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മെലാനിൻ ഫോർമേഷൻ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മെലാസ്മില്, ഫേസിൽ ഉണ്ടാവില്ലേ മെലാസ്മ, അതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കും. അതാണ് ആൽഫാർബുട്ടിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ കോജിക് ആസിഡ് എന്ന് പറയുമ്പോൾ പിഗ്മെന്റേഷൻ എന്തോരം ഉണ്ട് അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കോജിക് ആസിഡ്. അതുപോലെ തന്നെ നയാസിനമൈഡും. പിന്നെ വൈറ്റമിൻ സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ബ്രൈറ്റ് ആക്കും നമ്മുടെ സ്കിന്ന്. അങ്ങനെ എല്ലാം നമുക്ക് സ്കിന്നിന് ഒന്നിനൊന്നിനും എല്ലാം നമ്മുടെ സ്കിന്നിന് ഒന്നിനൊന്നിനും മെച്ചമുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ഇത് തേച്ച പണി കിട്ടും, അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കണവരാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓർഡർ ആക്കിയതാണ് കേട്ടത്. സെൻസിറ്റീവ് സ്കിന്നിന് വരെ പറ്റണതാണ്. നോർമലി കോമ്പിനേഷൻ ഓയിലി സ്കിന്ന്, അതേപോലെ നല്ല സെൻസിറ്റീവ്, അവർ ഇച്ചിരി ഇതുള്ള പ്രശ്നക്കാരാ. അതായത് അവർക്ക് മുഖത്ത് ഒന്നും തേക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ചിലവർക്ക് അത് പ്രശ്നമായിരിക്കും. അലർജി പോലെ വരും, അല്ലെങ്കിൽ റെഡ്നെസ് വരും, ഭയങ്കര ചൊറിച്ചിലൊക്കെ വരും. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റണ ക്രീം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കണവരുണ്ടെങ്കിൽ യൂസ് ചെയ്തോളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചില ക്രീമുകളുണ്ട്, ചില ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ പൊത്തി കെടുക്കണം, നല്ല റിസൾട്ട് കിട്ടുള്ളൂ എന്ന്. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കുറച്ചെടുക്കുക, തേക്കുക, ഒരു ഫെയർ ലെവലിലേക്ക് തേക്കില്ലേ നമ്മൾ, ആ റൂളുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ പൊത്തിങ്ങനെ വെള്ളാമ്പിച്ചിട്ടിരിക്കണം, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ക്രീമോ ലാഭം, ഗുണമോ മെച്ചം, ക്രീമോ ലാഭം, അങ്ങനത്തെ സെറ്റപ്പ് അതിന്. പിന്നെ ഈ ക്രീമിനെ കുറിച്ചേക്ക് പറയാനുള്ളത്, നമ്മളിത് തേച്ചിട്ട് വെളുത്തിട്ട് പാറുക, ആ സെറ്റപ്പ് അല്ല. അതായത് നമ്മുടെ സ്കിന്ന് ടാൻ അടിച്ച സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രൈറ്റൻ ആക്കുക, പിമ്പിൾസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് പോവുക, അങ്ങനത്തെ. അതായത് ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കുക, അതൊക്കെയാണ് ഇതിന്റെ മെയിൻ. അല്ലാണ്ട് ഇത് തേച്ചിട്ട് വെളുത്തിട്ട് പാറുക, കിഡ്നി അടിച്ച് പോവുക, ആ സെറ്റപ്പ് ഒന്നുമില്ല.
അപ്പോൾ അങ്ങനെ ആരും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതായത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ടാൻ, പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഇല്ല, അതൊക്കെ നല്ല രീതിയിൽ മാറും. നമ്മുടെ ഇവിടെ ഈ ചുണ്ടിന്റെ ഭാഗത്തൊക്കെ കുറേ പേർക്കുണ്ട്, ചുണ്ട്, പിന്നെ ഈ മൂക്കിന്റെ ഇവിടെ, അങ്ങനെ കുറേ പേർക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്താ, മറ്റേ വൈറ്റനിങ് ക്രീമിന്റെ ചലഞ്ച് പോലെ 5 ദിവസത്തെ ചലഞ്ച്, 10 ദിവസത്തെ ചലഞ്ച് അങ്ങനെയല്ല. നമ്മൾ ഡെയിലി ഇങ്ങനെ തേച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കാണുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കറക്റ്റ് പക്ക വൈറ്റനിങ് ക്രീം അല്ല. അതാണ് ഇത്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻ, പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഇതൊക്കെ ഒന്ന് തന്നെ. പിന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സർക്കിള്, പിമ്പിൾസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റും. പിന്നെ നമ്മുടെ സ്കിന്നെ ഭയങ്കര മോയ്സ്ചറായിട്ടിരിക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി രാത്രി കിടക്കണ നേരത്ത് ഫേസ് വാഷ് ചെയ്യില്ലോ, നമ്മൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യണേ ആ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. എന്നിട്ട് നന്നായി ഡ്രൈ ആക്കുക. അതായത് മുഖത്ത് വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കണമെന്ന്. ഫേസ് ഉണങ്ങുമ്പം ഈ ക്രീം എടുക്കുക, കുറച്ചെടുക്കുക, തേക്കുക. ഇത്ര ഉള്ള പണി. ഇത് നമുക്ക് സുഖമായി കിടന്നുറങ്ങാം. കാരണം ഇതും ഭയങ്കര ഭയങ്കര ഒരുമാതിരി വൃത്തിയുടെ ക്രീമൊന്നുമല്ല. അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക, ഈ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നുന്ന ചില ക്രീമുകളില്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നമുക്ക് രാത്രി സുഖമായി കിടന്നുറങ്ങാം. അപ്പം ഞാനിപ്പോൾ എന്തായാലും സമയം ഇപ്പം എത്രയും 10 മണിയാവാറായി. 10 മണിയാവാറായി. അപ്പം എന്തായാലും ഞാൻ കിടക്കണ നേരെ. അപ്പം ഞാൻ ഇപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കും കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഫേസ് വാഷ് ചെയ്ത് ഉണക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മുഖത്ത് വെള്ളം ഒന്നുമില്ല. നമുക്ക് ക്രീം യൂസ് ചെയ്യാം. ഇങ്ങനെ കുറച്ചെടുക്കുക. പക്ഷെ ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി, കുറേ വാരിപ്പൊത്തണമെന്നില്ല. എല്ലായിടത്തേക്കും ആവണ രീതിയിൽ തേക്കണം എന്നുള്ള. ഇത്ര തേക്കണ്ടോ, ഇത്ര എടുത്താൽ മതി. ഇത് കണ്ട, നമുക്ക് ഇത് തേക്കാം. ഇത് കുറേ നമ്മളിങ്ങനെ ഇട്ട് മസാജ് ചെയ്യുക, ആ പരിപാടി ഒന്നും ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് തേക്കുന്നു, കിടക്കുന്നു, ആ പരിപാടി മാത്രം മതി. കുറേ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. കണ്ട, പെട്ടെന്ന് തന്നെ ഇതായി പോകുന്നുണ്ട്. എന്തായാലും ഞാൻ പ്രോഡക്റ്റിനെ കുറിച്ച് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ റിസൾട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ വരെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വരെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാവേ. ബൈ.